വളരെ വിശദമായി കടക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആദ്യം തന്നെ പോകുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി. രാഹുലിന്റെ അറസ്റ്റിന് വിലക്കില്ല. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടേതാണ് ഈ ഉത്തരവ്. മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. രാവിലെ ആദ്യ കേസിൽ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിവേഗം രണ്ടാമത്തെ കേസിലും രാഹുൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഗുഡ് ഈവനിംഗ്. എന്തായാലും രാഹുലിന് തിരിച്ചടിയാണ്. രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ എന്തൊക്കെ വാദങ്ങൾ ആണ് ഉന്നയിച്ചത്? ഒപ്പം കോടതിയുടെ നടപടി അത് എന്തൊക്കെയായിരുന്നു? ഗുഡ് ഈവനിങ് അശ്വതി. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം സെഷൻസ് കോടതിയിൽ നിന്ന് വീണ്ടും ഒരു തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ രണ്ടാമത്തെ പരാതിയിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള രണ്ടാമത്തെ പരാതിയിന്മേലുള്ള ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ രാഹുൽ ആദ്യ കേസിന് സമാനമായ രീതിയിൽ ഒരു ആവശ്യം അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിക്കുകയായിരുന്നു. അതായത് ഈ ജാമ്യ ഹർജിയിൽ വിധി വരും വരെ അല്ലെങ്കിൽ തീരുമാനമാകും വരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നിർത്തിവെക്കണം അല്ലെങ്കിൽ ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു ആവശ്യം. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. പ്രോസിക്യൂഷൻ ആ ഒരു ആവശ്യത്തെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി മുറിക്കുള്ളിൽ. അതിന് തൊട്ടു പിന്നാലെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ ആദ്യ അതിജീവിതയുടെ പരാതിയിൽ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിലെ ഹർജി ഇന്ന് പരിഗണിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഹർജി 15-ാം തീയതി പരിഗണിക്കാനായി മാറ്റിയതോടൊപ്പം തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടി ആദ്യ പരാതിയിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുള്ളത്, തീരുമാനം വന്നിട്ടുള്ളത്. പക്ഷേ രണ്ടാമത്തെ പരാതിയിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്നുള്ളതാണ് ഇപ്പോൾ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള തീരുമാനം. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കഴിഞ്ഞ ആദ്യ കേസിൽ പറഞ്ഞ അതേ വാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ പരാതിയിന്മേലും ഉന്നയിക്കുന്നത്. അതായത് കൃത്യമായൊരു പരാതിക്കാരി ഇല്ലാത്ത കേസാണ്, തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനായി കെട്ടിച്ചമച്ച കേസാണ് ഇത്തരത്തിലൊരു ബലാത്സംഗ പരാതി എന്നുള്ളതാണ് ഇപ്പോൾ അഭിഭാഷകൻ പറയുന്നത്. കൂടാതെ തന്നെ 2023 പരാതിയാണ് രണ്ടാമത്തെ പരാതിയായി ഉയർന്നു വന്നിട്ടുള്ളതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ FIR നിലനിൽക്കില്ല. കൂടാതെ തന്നെ പരാതിക്കാരി ഇല്ലാത്ത FIR ആണെന്നും രാഹുലിന് വേണ്ടി അഭിഭാഷകൻ വാദിക്കുകയുണ്ടായി. KPCC പ്രസിഡന്റിന് ലഭിച്ചത് ഇമെയിൽ സന്ദേശം മാത്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ഒരു കേസാണിതെന്നും രാഹുൽ മാങ്കൂട്ടം വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേസിൽ വാദം പൂർത്തിയാകുന്നത് വരെ അറസ്റ്റ് വേണമെന്ന അല്ലെങ്കിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. പകരം ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് രണ്ടാമത്തെ കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട 23-കാരിയായ പെൺകുട്ടി രാഹുലിനെതിരെ ബലാത്സംഗ പരാതിയാണ് നൽകിയിട്ടുള്ളത്. അതിക്രൂരമായ പീഡനം രാഹുൽ ചെയ്തിട്ടുണ്ട്, തന്നെ മൃഗീയമായി ശാരീരികമായും ഒക്കെ വലിയ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള യുവതി പറയുന്നത്. ഈ കേസിൽ മൊഴി രേഖപ്പെടുത്തൽ ഈ കേസിൽ അതീവ നിർണായകമാണ്. അതെപ്പോഴായിരിക്കും? പെൺകുട്ടി അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നൊരു ഉറപ്പ് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടോ? നിലവിൽ അന്വേഷണവുമായി സഹകരിക്കാൻ പൂർണ്ണമായും തയ്യാറാണ് എന്നുള്ളതാണ് ഈ പെൺകുട്ടി അറിയിച്ചിട്ടുള്ളത്. ബംഗളൂരുവിലാണ് പെൺകുട്ടി ഇപ്പോഴും ഉള്ളതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ അന്വേഷണം പ്രത്യേക സംഘമാണ് നടത്തുന്നത്. IPS ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ, SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് രണ്ടാമത്തെ സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട FIR ഇട്ടിട്ടുണ്ട്. ആ FIR-കളടക്കം പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്ന് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന കാര്യത്തിലൊരു വ്യക്തതയും തീരുമാനവും ഔദ്യോഗികമായി വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ പരാതി ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ പോലീസിന്റെ അടുക്കേക്ക് പരാതി വന്നിട്ടുള്ള ഇമെയിലിലേക്ക് തന്നെ റിട്ടേൺ മെയിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. മൊഴിയെടുക്കാനായി തയ്യാറാക്കിക്കോളൂ എന്നുള്ളതായിരുന്നു അതിലെ സന്ദേശം. പെൺകുട്ടി അതിന് തിരിച്ച് മറുപടി നൽകിയിട്ടുണ്ട്. മൊഴിയെടുക്കാനും അന്വേഷണത്തോട് സഹകരിക്കാനും തയ്യാറാണ് എന്നുള്ളതാണ് ഈ 23-കാരി പറയുകയും ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഏത് സമയം മൊഴിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ബംഗളൂരുവിലേക്ക് പോയി അന്വേഷണ സംഘം മൊഴിയെടുക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് ഈ ഘട്ടത്തിൽ കാണുന്നത് ചെയ്യുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് രാഹുലിന് കുറുക്കുമുറുകുന്നു അന്വേഷണവുമായി, മറുഭാഗത്ത് രണ്ട് സംഘങ്ങൾ പ്രത്യേകമായി അന്വേഷണം തുടരുകയാണ്. തീർച്ചയായും ശാലിനി, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയായിരിക്കുന്നു. ആദ്യത്തെ കേസിൽ താൽക്കാലിക ആശ്വാസമെങ്കിലും രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഏറ്റിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി. ഇനി ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്